ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ എന്താ പറയുക, ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് അടിപൊളിയായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കറി വെക്കുന്നത് അടിപൊളി ടേസ്റ്റോട് കൂടിയാണ്. നമ്മൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെയും ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആദ്യം തന്നെ നമ്മൾ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. ഉലുവ പൊട്ടാൻ ആ സമയത്ത് തന്നെ നമ്മളതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും എല്ലാം നമുക്ക് ഈ കറിക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മൾ ചിക്കൻ മസാലയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി ശരിയാക്കിയതിന് ശേഷം ഒരുപാടങ്ങ് വഴറ്റിയിട്ടൊന്നുമില്ല, ഒരു പാകത്തിന് മാത്രമേ വഴറ്റി എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഉലുവയും വലിയ ജീരകവും എണ്ണയിലിട്ട് പൊട്ടിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കന്. അപ്പോൾ അവർ ഇത് വേവിക്കണതിനകത്ത് ഒരു ഭാഗത്ത് അങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അവർ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇടയ്ക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ മണമൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് കണ്ണ് മിഴിച്ച് നോക്കും. ഇങ്ങനെ നമ്മളെ ചിക്കൻ കറി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുമാണ്. നമ്മൾ ദോശയിലേക്കും പൊറോട്ടയിലേക്കും. അതുപോലെ ഇന്ന് ചക്ക കിട്ടിയിട്ടുണ്ട്. ആ ചക്കയിലേക്കാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ പൊറോട്ടയും എല്ലാം മാറ്റി വെക്കും കേട്ടോ. അത്രയും ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ചക്ക ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റും പിന്നെ ഹെൽത്തിയും കൂടിയാണല്ലോ. അപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്, നല്ല മൂത്ത് പരുവായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ അതിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുകൾ ഭാഗത്തെ ആ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവും അതിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മളൊന്നും കളയാൻ ചക്കയിലില്ല കേട്ടോ. അത്രയും ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടാത്തതും കൂടിയാണല്ലോ. അപ്പോൾ അത് കാരണം മുകളിലെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ചക്കയൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് അരവൊക്കെ ചേർക്കുന്നത്. അങ്ങനെ വിറകടുപ്പിലാണ്. അപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. നന്നായി വേവണമല്ലോ. അതിന് ശേഷം തേങ്ങയും വലിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ ഇങ്ങോട്ട് അരച്ച് കൊടുക്കണം. നന്നായി അരക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചക്കി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്കിട്ട് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചക്കയാണ് കേട്ടോ. ഇതുപോലെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് പറ്റാറില്ല. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും വലിയ ജീരകം തന്നെ ഇട്ട് കൊടുക്കണം. അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള ചക്കയും ചിക്കനും ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുഞ്ഞുമക്കൾക്ക് അത് എടുത്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ ചോറും ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നത്.